അടുത്ത തവണ നിങ്ങൾ റോഡിലൊരു ഭിക്ഷക്കാരൻ ഭിക്ഷ ചോദിക്കുന്നത് കാണുമ്പോൾ ശ്രദ്ധിക്കുക. ആന്ധ്രാപ്രദേശിൽ കുട്ടികളെ ഈ ബെഗ്ഗിംഗ് ഗ്യാങ്ങുകൾ ഏകദേശം 300 രൂപ പ്രതിദിനം വാടകയ്ക്ക് എടുക്കുമായിരുന്നു. 8 മാസം പ്രായമുള്ള കുട്ടികൾക്ക് സ്ലീപ്പിംഗ് പിൽസ് നൽകുമായിരുന്നു. അവരെ സെഡേറ്റ് ആയി നിലനിർത്താൻ, അവർ ദിവസം മുഴുവൻ ശാന്തരായിരിക്കാൻ. ചെന്നൈയിൽ ഒരു ഭിക്ഷാടന റാക്കറ്റ് പിടിക്കപ്പെട്ടു. അവിടെ സ്ത്രീകളെ ഹിന്ദു സാഫ്രോൺ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ ഭിക്ഷ ചോദിക്കാൻ നിർബന്ധിച്ചിരുന്നു. പിന്നീട് ഇതേ സ്ത്രീകൾ വേഷം മാറ്റി മുസ്ലിം ബുർഖ ധരിച്ച് പള്ളിക്ക് മുന്നിൽ ഭിക്ഷ ചോദിക്കുമായിരുന്നു. ഇത് ഒരു അതീവ സംഘടിതമായ ക്രിമിനൽ ശൃംഖലയാണ്. ഇതിനെ നാം ഭിക്ഷാടന മാഫിയ എന്ന് വിളിക്കുന്നു. രാജ്യത്ത് 4 ലക്ഷത്തിലധികം ഭിക്ഷക്കാരുണ്ട്. അതിൽ 21% പേരും 12ാം ക്ലാസ് പാസ്സായവരാണ്. സെൻസസിൽ കണ്ടെത്തിയത് 3000-ലധികം ഭിക്ഷക്കാർക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ട് എന്നാണ്. ഒരു ഭിക്ഷക്കാരൻ ഒരു ദിവസം എത്ര പണം സമ്പാദിക്കുന്നു എന്നറിഞ്ഞാൽ നിങ്ങളും ഞെട്ടിപ്പോകും. നമസ്കാരം സുഹൃത്തുക്കളെ, 2022 കാര്യമാണ്. ഒരു ദിവസക്കൂലി തൊഴിലാളിയായ സുരേഷ് മാഞ്ചി ജോലി തേടി ബീഹാറിൽ നിന്ന് കാൺപൂരിലേക്ക് വന്നു. അദ്ദേഹം കാൺപൂരിലെ യശോദ നഗർ സ്ലം ക്ലസ്റ്ററിൽ താമസിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് വിജയ് എന്നൊരാളുമായി കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അയാൾ ജോലി വാഗ്ദാനം ചെയ്തു. ഇതിനായി അദ്ദേഹത്തോട് കാൺപൂരിലെ തക്കർഘട്ടി പാലത്തിന് താഴെ വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അടുത്ത ദിവസം സുരേഷ് അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ വന്ന് കറുത്ത തുണി ഇട്ടു അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി. പിന്നീട് സുരേഷിനെ മയക്കുമരുന്ന് നൽകി ബോധരഹിതനാക്കി. കണ്ണുകളിൽ ഒരു രാസവസ്തു കുത്തിവെച്ചു. അങ്ങനെ അദ്ദേഹം അന്ധനായി. അതോടൊപ്പം സുരേഷിന്റെ കൈവിരലുകളെല്ലാം മുറിച്ചു മാറ്റി. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുറിവുകളുടെ അടയാളങ്ങൾ ഉണ്ടാക്കി. സുരേഷിനെ ഭിക്ഷാടനത്തിന് അന്യോജ്യനാക്കാനായിരുന്നു ഇതെല്ലാം ചെയ്തിരുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സുരേഷിനെ ഈ ഗ്യാങ് 70,000 രൂപക്ക് ഒരു സ്ത്രീക്ക് വിറ്റു. പിന്നീട് രാജ് എന്നൊരാൾ അദ്ദേഹത്തെ ഖൊരാഖാം എക്സ്പ്രസിൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. ഡൽഹിയിൽ എത്തിയ ശേഷം അദ്ദേഹത്തെ ഭിക്ഷാടനത്തിനായി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഉപേക്ഷിച്ചു. ഈ ആളുകൾ സുരേഷിനും മറ്റ് സമാന ഭിക്ഷക്കാർക്കും ദിവസേന 2 റൊട്ടി മാത്രമേ നൽകിയിരുന്നുള്ളൂ. അവർ മെലിഞ്ഞിരിക്കാനും ആളുകൾക്ക് അവരോട് സഹതാപം തോന്നാനും. ഇതിനു പുറമെ അവരെ പീഡിപ്പിക്കുകയും ശരീരത്തിൽ വീണ്ടും വീണ്ടും എന്തെങ്കിലും രാസവസ്തുക്കൾ കുത്തിവെക്കുകയും ചെയ്തു. സമയം കഴിയുന്തോറും ക്രൂരതകൾ അത്രമാത്രം വർദ്ധിച്ചു. സുരേഷിന്റെ ശരീരം അത് സഹിക്കാനായില്ല. അദ്ദേഹത്തിന് അണുബാധയുണ്ടായി. അദ്ദേഹത്തിന്റെ അവസ്ഥ അത്രമാത്രം മോശമായി. പണത്തിനായി ഭിക്ഷ ചോദിക്കാൻ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായി. അദ്ദേഹത്തെ വാങ്ങിയ ഗ്യാങ്ങിന് ഇപ്പോൾ സുരേഷിന് പകരം വേറെ ആളെ വേണമായിരുന്നു. സുരേഷിന്റെ മോശം ആരോഗ്യാവസ്ഥ കണ്ട് രാജ് അദ്ദേഹത്തെ വിജയോടൊപ്പം കാൺപൂരിലേക്ക് തിരിച്ചയച്ചു. എന്നാൽ കാൺപൂരിലും അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് ഭിക്ഷ ചോദിപ്പിക്കുന്നത് തുടർന്നു. സുരേഷ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടവേളയില്ലാതെ നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ നിന്ന് ഭിക്ഷ ചോദിക്കുന്നുണ്ടായിരുന്നു. ഭിക്ഷയായി നേടുന്ന പണമെല്ലാം ദിവസാവസാനം അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയവർ കവർന്നെടുത്തിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം സുരേഷിന്റെ അവസ്ഥ കൂടുതൽ വഷളായപ്പോൾ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയവർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. അതിനുശേഷം സുരേഷ് എങ്ങനെയോ വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ അവസ്ഥ അത്രമാത്രം മോശമായിരുന്നു. കുടുംബാംഗങ്ങൾക്ക് പോലും അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇതൊരു കെട്ടുകഥയല്ല സുഹൃത്തുക്കളെ. കഥ പറയുമ്പോൾ AI വീഡിയോകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് സുരേഷിന്റെ യഥാർത്ഥ ഫോട്ടോകൾ കാണാം. പിന്നീട് ഒരു പ്രാദേശിക MLA അവരുടെ കുടുംബത്തെ പരാതി നൽകാൻ സഹായിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത പുറത്തു വന്നത്. അദ്ദേഹത്തെ കൊണ്ടുപോയി കൈകാലുകൾ തകർത്ത് ഭിക്ഷ ചോദിക്കുന്ന കാര്യം പുറത്തു വന്നു. എന്നാൽ സുരേഷിന്റെ കേസ് ഒറ്റപ്പെട്ട സംഭവമല്ല സുഹൃത്തുക്കളെ. ഇത് അതീവ സംഘടിതമായ ക്രിമിനൽ ശൃംഖലയാണ്. ഇതിനെ നാം ഭിക്ഷാടന മാഫിയ എന്ന് വിളിക്കാം. ഇന്ത്യയിൽ സംഘടിത ഭിക്ഷാടനം ഒരു 1.5 ലക്ഷം കോടിയുടെ വ്യവസായമാണ്. ഇതിൽ ലക്ഷക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നു.
റോഡിൽ നിങ്ങൾ ഒരു ഭിക്ഷക്കാരന് പണം നൽകുമ്പോൾ ഈ പണം ആരുടെ കൈകളിലാണ് എത്തുന്നത്? ഒരു ദിവസം ഒരു ഭിക്ഷക്കാരൻ എത്ര സമ്പാദിക്കുന്നു? എങ്ങനെയാണ് ഈ മാഫിയ ഇത്ര വലിയ തോതിൽ പ്രവർത്തിക്കുന്നത്? ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാം ഇന്നത്തെ ഈ വീഡിയോയിൽ. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ആരാണ് ഭിക്ഷ ചോദിക്കുന്നത് എന്നും എന്തുകൊണ്ട് അവർ ഭിക്ഷ ചോദിക്കുന്നു എന്നുമാണ്. 2021 ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ ഡെവലപ്മെന്റും ഡൽഹി സർക്കാരിന്റെ സോഷ്യൽ വെൽഫെയർ വകുപ്പും ഒരു റിപ്പോർട്ട് പുറത്തിറക്കി. ഈ വിഷയത്തിൽ ഒരു വിശദമായ വിശകലനം നടത്തി. അതിൽ നിന്ന് വ്യക്തമായത് ഭിക്ഷാടനത്തിന് പിന്നിൽ 2 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന് നിർബന്ധിതാവസ്ഥയും 2 തിരഞ്ഞെടുപ്പും. മിക്ക ആളുകളും ഭിക്ഷ ചോദിക്കുന്നത് നിർബന്ധിതാവസ്ഥ കാരണമാണ്. ഏകദേശം 62% പേർ ദാരിദ്ര്യം കാരണവും 45% പേർ തൊഴിലില്ലായ്മ കാരണവും 24% പേർ വാർദ്ധക്യം കാരണവും വൈകല്യവും അല്ലെങ്കിൽ രോഗം കാരണവും 6% സ്ത്രീകൾ വിധവകളായതിനാലും 3% പേർ മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യപാനാസക്തി കാരണവും ഭിക്ഷ ചോദിക്കുന്നു. COVID-19 ലോക്ക്ഡൗൺ കാരണം ജോലി നഷ്ടപ്പെട്ടതിനാലും ധാരാളം ആളുകൾ ഭിക്ഷാടനത്തിലേക്ക് തള്ളിവിടപ്പെട്ടിരുന്നു. എന്നാൽ ചിലർ സ്വമേധയാ ഭിക്ഷ ചോദിക്കുന്നവരാണ്. അവർ ഭിക്ഷ ചോദിക്കുന്നത് നിർബന്ധിതരായിട്ടല്ല, മറിച്ച് അവർ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഏകദേശം 12% ഭിക്ഷക്കാർ ഇതിനെ എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള മാർഗമായി കാണുന്നു. 7% പേർ ശീലം കാരണം ചെയ്യുന്നു. 6% പേർ കുടുംബ പാരമ്പര്യമായി ഭിക്ഷ ചോദിക്കുന്നു. 3% മതപരമായ കാരണങ്ങളാൽ ഭിക്ഷ ചോദിക്കുന്നു. ഈ റിപ്പോർട്ടിലെ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം 20% ഭിക്ഷക്കാർ ഭിക്ഷാടനത്തോടൊപ്പം ഏതെങ്കിലും പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നുണ്ട്. ചിലർ തൊഴിലാളികളാണ്, ചിലർ ചവറ് കച്ചവടക്കാരാണ്, ചിലർ തെരുവ് കച്ചവടക്കാരാണ്, മറ്റു ചിലർ ഓട്ടോ ഓടിക്കുന്നു, ചിലർ സെക്യൂരിറ്റി ഗാർഡായും ഷൂ പോളിഷ് ചെയ്യുന്നവരായും കാർ കഴുകുന്നവരായും ഹെൽപ്പർമാരായും ജോലി ചെയ്യുന്നു. എന്നാൽ ദിവസേനയുള്ള ജോലി ഇല്ലാത്തതിനാലും വരുമാനം കുറവായതിനാലും ഇവരും ഭിക്ഷാടനം നടത്തുന്നു. ഇവരുടെ വരുമാനത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി തെറ്റിദ്ധാരണകളുണ്ട്. ഒരു ഭിക്ഷാടകന് ദിവസേന എത്ര രൂപ സമ്പാദിക്കാനാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? റിപ്പോർട്ട് അനുസരിച്ച് 32% പേർക്ക് ദിവസേന 100 രൂപയിൽ താഴെ മാത്രമേ സമ്പാദിക്കാനാവുന്നുള്ളൂ. 33% പേർ ദിവസേന 100 മുതൽ 200 രൂപ വരെ സമ്പാദിക്കുന്നു. 22% പേർ 200 മുതൽ 400 രൂപ വരെ സമ്പാദിക്കുന്നു. എന്നാൽ 1% ഭിക്ഷാടകർക്ക് മാത്രമേ ദിവസേന 400 രൂപയിൽ കൂടുതൽ സമ്പാദിക്കാനാവുന്നുള്ളൂ. ഇവർ എല്ലാ ദിവസവും ഭിക്ഷാടനം നടത്തുന്നുവെന്ന് കരുതിയാൽ പോലും ഭൂരിപക്ഷം പേരുടെയും മാസവരുമാനം 6000 രൂപയിൽ കൂടുതലാവില്ല. ഇത് ഡൽഹിയിലെ ഒരു അൺസ്കിൽഡ് തൊഴിലാളിയുടെ ഔദ്യോഗിക മിനിമം വേതനമായ 15,908 രൂപയുമായി താരതമ്യം ചെയ്യുക. ഇത്രയും കുറഞ്ഞ വരുമാനവും ഇവരിൽ പലരും ഏതെങ്കിലും മാഫിയയുടെ ഇരകളാണെന്നതും കണക്കിലെടുക്കുമ്പോൾ ഇവർ സമ്പാദിക്കുന്ന പണം സ്വന്തമായി വയ്ക്കാൻ പോലും കഴിയുന്നില്ല. ദിവസം അവസാനിക്കുമ്പോൾ അവരുടെ പണം അവരുടെ ഗ്യാങ് ലീഡർക്ക് നൽകേണ്ടതുണ്ട്. ഈ മാഫിയ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ ആദ്യം നമുക്ക് ഈ ആളുകളെ എങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സംഘടിത ഭിക്ഷാടന സംഘങ്ങൾ ഏറ്റവും ദുർബലരായ ആളുകളെ ലക്ഷ്യമിടുന്നു. ഇവരുടെ പ്രധാന ലക്ഷ്യം കുട്ടികൾ തന്നെയാണ്. നിരവധി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, കടത്തുന്നു. കൂടാതെ ദരിദ്ര കുടുംബങ്ങൾക്ക് വ്യാജ വാഗ്ദാനങ്ങൾ നൽകി അവരുടെ കുട്ടികളെ മാഫിയയ്ക്ക് വിൽക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇന്ത്യയിൽ എല്ലാ വർഷവും ഏകദേശം 60,000 കുട്ടികൾ കാണാതാവുന്നു. ഇതിൽ വലിയൊരു പങ്ക് കുട്ടികളെ നിർബന്ധിത ഭിക്ഷാടനത്തിനായി ഉപയോഗിക്കുന്നു. ചില സംഘങ്ങൾ കുട്ടികളെ ഭിക്ഷാടനത്തിനായി വാടകയ്ക്കെടുക്കാറുണ്ട്. നിരാശരായ ദരിദ്ര രക്ഷിതാക്കൾക്ക് മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ലാത്തതിനാൽ അവർ തങ്ങളുടെ കുട്ടികളെ കുറച്ച് പണത്തിനു വേണ്ടി വാടകയ്ക്ക് നൽകാൻ നിർബന്ധിതരാകാറുണ്ട്. ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശിൽ ഭിക്ഷാടന സംഘങ്ങൾ ശിശുക്കളെ ദിവസേന ഏകദേശം 300 രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തിരുന്നു.
ഈ ശിശുക്കളെ ഒപ്പിയം അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ നൽകി അവരെ ദിവസം മുഴുവൻ ശാന്തരായിരിക്കാനും കരയാതിരിക്കാനും നിർബന്ധിതരാക്കുന്നു. മറ്റൊരു ഉദാഹരണമാണ് കൊൽക്കത്ത അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭിക്ഷാടന സംഘം. ഇതിൽ ബംഗ്ലാദേശികളും ഇന്ത്യക്കാരുമായ അംഗങ്ങൾ ഉൾപ്പെടുന്നു. അവർ 8 വയസ്സുവരെയുള്ള ചെറിയ ആൺകുട്ടികളെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ട്രെയിനുകളിലും സ്റ്റേഷനുകളിലും ഭിക്ഷാടനം നടത്താൻ നിർബന്ധിച്ചിരുന്നു. ഒരു കേസിൽ ശിശുക്കൾക്ക് ചുമയ്ക്കുള്ള മരുന്ന് നൽകി അവരെ മയക്കാൻ ശ്രമിച്ചു. ഇതിനെ മനുഷ്യക്കടത്ത് എന്ന് വിളിക്കുന്നു. ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അടിസ്ഥാന അവകാശങ്ങളെക്കുറിച്ചോ ഒരിക്കലും പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ ഹാൻഡ്ലർമാർ കുട്ടികളെ പട്ടിണിയിൽ നിലനിർത്താറുണ്ട്. അങ്ങനെ അവർ മെലിഞ്ഞും കരഞ്ഞുകൊണ്ടും കാണപ്പെടുന്നു. ഇത് പൊതുജനത്തിൽ നിന്ന് കൂടുതൽ സഹതാപവും പണവും നേടാൻ സഹായിക്കുന്നു. ഏറ്റവും ഭയാനകമായ കേസുകളെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല, കാരണം അവ വളരെ അസ്വസ്ഥതപ്പെടുത്തുന്ന വിശദാംശങ്ങൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. സുരേഷിന്റെ കഥയിൽ സംഭവിച്ചതുപോലെ ചില ഗ്യാങ്ങുകൾ കുട്ടികളോട് ഇതുപോലെ പലപ്പോഴും കുട്ടികളോടും ചെയ്യാറുണ്ട്. ഭിക്ഷാടന മാഫിയ ഭിക്ഷാടനത്തെ ഒരു ബിസിനസ്സായി കൈകാര്യം ചെയ്യുന്നു. കൂടുതൽ പണം സമ്പാദിക്കുക, ഭിക്ഷാടകരെ വിവിധ രീതികളിൽ നിയന്ത്രിക്കുക. ഇവിടെ പ്രാദേശികാധിപത്യ നിയന്ത്രണവും കാണാം. ഗ്യാങ്ങുകൾ നിശ്ചിത പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്നു. ഈ സംഘങ്ങൾ അവരുടേതായ പ്രദേശങ്ങൾ വിഭജിച്ചെടുക്കുകയും ഏത് പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ പണം ലഭിക്കുമെന്ന് അറിയുകയും ചെയ്യുന്നു. ക്ഷേത്രങ്ങൾക്കടുത്ത്, മസ്ജിദുകൾക്കടുത്ത്, റെയിൽവേ സ്റ്റേഷനുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, കൂടുതൽ ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ ഈ സംഘങ്ങൾക്ക് എവിടെയൊക്കെ ഏതൊക്കെ ഭിക്ഷാടകർ ഭിക്ഷ യാചിക്കുന്നുണ്ടെന്ന് വ്യക്തമായി അറിയാം. സ്വതന്ത്രമായി ഈ സംഘങ്ങളുടെ ഭാഗമാകാതെ ഭിക്ഷ യാചിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വളരെയധികം പ്രയാസം നേരിടേണ്ടതായി വരുന്നു. കാരണം ഈ സംഘങ്ങൾക്ക് സ്വതന്ത്ര ഭിക്ഷാടകർക്ക് അറിയാത്ത പല കാര്യങ്ങളും അറിയാം. ഇവിടെ എന്താണ്? ആഴ്ചയിൽ ആഴ്ചതോറും പണം നൽകിയാൽ നഗരസഭയോ പോലീസോ ആരും അടുത്ത് വരില്ല. എല്ലാവരും ഇവിടെ കപ്പം കൊടുക്കുന്നു, നെഞ്ചുവിരിച്ച് ബിസിനസ് ചെയ്യുന്നു. ഇതാണ് ഒരാൾ പറഞ്ഞത്. ഈ സംഘങ്ങളുടെ നേതാക്കൾ പരസ്പരം സംസാരിച്ച് വിവിധ ഈവന്റുകളുടെയും ഉത്സവങ്ങളുടെയും ആസൂത്രണം നടത്തുന്നു. എല്ലാ സംഘങ്ങളും ഭിക്ഷാടകരോട് ക്രൂരമായി അമാനുഷികമായും പെരുമാറുന്നു എന്നുമില്ല. ചെന്നൈയിലെ ഒരു പ്രായമായ ഭിക്ഷാടകൻ പറഞ്ഞത്, അവരുടെ ഗ്രൂപ്പ് ലീഡർ എല്ലാ വൈകുന്നേരവും എല്ലാവരുടെയും വരുമാനം ശേഖരിച്ച് എല്ലാ അംഗങ്ങൾക്കും തുല്യമായി വിതരണം ചെയ്യുകയും അയാളുടെ ഓഹരി പ്രത്യേകമായി സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ്. ഈ ഓഹരിക്ക് പകരമായി നേതാക്കൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ആസൂത്രണം ചെയ്യും. അവർ ഭിക്ഷാടകർക്ക് നഗരത്തിൽ നടക്കുന്ന വിവിധ മതപരമായ ഉത്സവങ്ങളെയും ചടങ്ങുകളെയും കുറിച്ച് വിവരങ്ങൾ നൽകും. നഗരത്തിൽ വിവാഹമോ മറ്റു ചടങ്ങുകളോ നടക്കുമ്പോൾ എങ്ങനെ അവിടെ വരെ എത്താമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും. ഈ മുഴുവൻ ഗെയിം ഒരു സാധാരണ മനുഷ്യന് സങ്കല്പിക്കാൻ പ്രയാസമുള്ള തലത്തിൽ കളിപ്പിക്കപ്പെടുന്നു. അവർ തങ്ങളുടെ തന്ത്രങ്ങൾ നിരന്തരം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ചെന്നൈയിൽ ഒരു കേസ് കണ്ടത്, സ്ത്രീകളെ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ ഹിന്ദു കാവ്യ വസ്ത്രം ധരിപ്പിച്ച് അയക്കുകയും അതേ സ്ത്രീകളെ പിന്നീട് വേഷം മാറ്റി മുസ്ലിം ബുർക്ക ധരിപ്പിച്ച് പള്ളികൾക്ക് മുന്നിൽ ഭിക്ഷയാചിക്കാൻ അയക്കുകയും ചെയ്യുന്നു. ക്ഷേത്രങ്ങളിലേക്കും പള്ളികളിലേക്കും പോകുന്ന ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഉദാര മനസ്ഥതയെ മുതലെടുക്കാൻ ഇവിടെ ഭിക്ഷാടകരുടെ രൂപം മാറ്റുന്നു. 2010 വാർത്തയിൽ 13 വയസ്സുള്ള ഭീമപ്പ എന്ന ബാലൻ പറഞ്ഞത്, ഒരിക്കൽ ട്രാഫിക് സിഗ്നലിൽ ഒരു സ്ത്രീ കാറിലിരുന്ന് 8 മാസം പ്രായമുള്ള കുട്ടിയുമായി മഴയിൽ വിറച്ചു നിൽക്കുന്ന അവനെ കണ്ടു. കുട്ടികളുടെ ഈ അവസ്ഥ കണ്ട് ആ സ്ത്രീക്ക് സഹതാപം തോന്നി. അവൾ 100 രൂപ നൽകി. എന്നാൽ പിന്നീട് എന്തുണ്ടായി? മറ്റു ഭിക്ഷാടകരും അവരുടെ സംഘ നേതാക്കളും മനസ്സിലാക്കി ഇതും ഒരു വൈകാരിക കൈകാര്യം ചെയ്യൽ രീതിയാണെന്നത്. അവർ മനഃപൂർവ്വം കുട്ടികളെ തണുപ്പുകാലത്ത് ഭിക്ഷയാചിക്കാൻ അയക്കാൻ തുടങ്ങി. ഇതിന്റെ ഫലമായി 2 വയസ്സുള്ള പൂജ എന്ന പെൺകുട്ടി മരിച്ചു. മഴയിൽ നനഞ്ഞതിന് ശേഷം തണുപ്പ് പിടിച്ചാണ് മരിച്ചത്. ഇവിടെ ലഹരി മരുന്നുകളുടെ വലിയ പങ്കാളിത്തവും കാണാൻ സാധിക്കും. ഡൽഹിയിലെ കൊണോട്ട് പ്ലേസിൽ പഴയ ഹനുമാൻ ക്ഷേത്രത്തിനടുത്ത് ഭിക്ഷയാചിച്ച് ദിവസേന ഏകദേശം
10 മുതൽ 20 രൂപ വരെ സമ്പാദിക്കുന്ന 14 വയസ്സുള്ള ജാവേദിന്റെ കഥയുണ്ട്. ഈ പണത്തിന്റെ ഭൂരിഭാഗവും അവൻ അവന്റെ ഒരു സുഹൃത്തിന് നൽകുന്നു. അവന് ലഹരി മരുന്നുകൾ നൽകുന്ന സുഹൃത്തിന്. ഈ സംഘ നേതാക്കൾ കുട്ടികൾക്ക് ലഹരി മരുന്നുകളിൽ അടിമത്തമുണ്ടാക്കുന്നു. അങ്ങനെ അവർ കടത്തിലാകുന്നു. അവർ ഭിക്ഷയാചിച്ച് എല്ലാ പണവും കൊണ്ടുവരാൻ തയ്യാറാകുമ്പോൾ മാത്രമേ അവർക്ക് ലഹരി മരുന്നുകൾ നൽകൂ. ഇത് കുട്ടികളെ കൂടുതൽ കുടുക്കി നിർത്താനുള്ള മറ്റൊരു മാർഗമായി മാറുന്നു. ചില കേസുകളിൽ രക്ഷിതാക്കൾ തന്നെ കുട്ടികളെ ഭിക്ഷയാചിക്കാൻ നിർബന്ധിക്കുന്നു. പണം കൊണ്ടുവരാത്തപ്പോൾ അവരെ മർദ്ദിക്കുന്നു. 2023 ഹൈദരാബാദിൽ 28 വയസ്സുള്ള അനിൽ പവാറിനെ പിടികൂടി. അദ്ദേഹം ഭിക്ഷാടകരെ റിക്രൂട്ട് ചെയ്ത് ആഡംബര പ്രദേശങ്ങളിൽ അവരെ കൊണ്ട് ഭിക്ഷയാചിപ്പിച്ചു. വൈകുന്നേരമാകുമ്പോഴേക്കും അദ്ദേഹത്തിന് ഭിക്ഷാടകരിൽ നിന്ന് 6000 രൂപ വരെ ലഭിച്ചിരുന്നു. അതിൽ നിന്ന് 200 രൂപ മാത്രമേ കൂലിയായി ഭിക്ഷാടകർക്ക് അനിൽ നൽകിയിരുന്നുള്ളൂ. പലപ്പോഴും ഭിക്ഷാടന മാഫിയയ്ക്ക് രാഷ്ട്രീയ പിന്തുണയും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ NGOകൾ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രാദേശിക രാഷ്ട്രീയക്കാർ ഭിക്ഷാടന മാഫിയയെ സംരക്ഷിച്ചു. ഈ വാർത്ത നോക്കൂ, 2017 വാർത്തയാണിത്. NGOകൾ പറയുന്നു അവർക്ക് പ്രവർത്തിക്കാൻ എത്ര പ്രയാസമാണെന്ന്. കാരണം രാഷ്ട്രീയ സമ്മർദ്ദം വളരെ കൂടുതലാണെന്നാണ്. 2009 ബാംഗ്ലൂരുവിൽ ഒരു വിചിത്രമായ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒരു ധനിക കുടുംബത്തിലെ കുട്ടികളെ നോക്കുന്ന ഒരു ആയ അവരുടെ കുട്ടിയെ പഴയ കീറിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് മരുന്ന് നൽകി ബോധരഹിതനാക്കി 100 രൂപയ്ക്ക് ഭിക്ഷാടന സംഘത്തിന് വാടകയ്ക്ക് കൊടുത്തിരുന്നു. രക്ഷിതാക്കൾ കരുതുന്നു കുട്ടികൾ ആയയോടൊപ്പം നല്ല സമയം ചെലവഴിക്കുന്നുവെന്ന്, സന്തോഷവാനാണെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ആ കുട്ടിയെ ദിവസവും വാടകയ്ക്ക് നൽകുകയായിരുന്നു. ഇതിൽ നിന്നെല്ലാം സംഘടിത ഭിക്ഷാടന മാഫിയയുടെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്, സർക്കാർ ഇതെല്ലാം തടയാൻ എന്തു ചെയ്യുന്നു? സ്വതന്ത്ര ഇന്ത്യയിൽ ഭിക്ഷാടനത്തിനെതിരായ ആദ്യത്തെ നിയമം ബോംബെ പ്രിവെൻഷൻ ഓഫ് ബെഗറി ആക്ട് 1959 ആയിരുന്നു. ഈ നിയമം അനുസരിച്ച് ഭിക്ഷയാചിക്കുന്നതിന് പിടിക്കപ്പെട്ട ഏതൊരാൾക്കും 10 വർഷം വരെ തടവ് ശിക്ഷ നൽകാമായിരുന്നു. ഇതിന്റെ കീഴിൽ ഒരു ചീഫ് കമ്മീഷണർക്ക് ഭിക്ഷാടകരെ തടങ്കലിലാക്കി ഒരു സ്ഥാപനത്തിൽ നിക്ഷേപിക്കാൻ ഉത്തരവിടാം. അവിടെ എത്ര കാലം വേണമെങ്കിലും അവരെ തടഞ്ഞു വെക്കാം. ഈ നിയമം നടപ്പാക്കിയപ്പോൾ പല ഭവനരഹിതരും വളരെ കാലം ഈ സ്ഥാപനങ്ങളിൽ അടയ്ക്കപ്പെട്ടിരുന്നു. പലരും ഈ നിയമത്തെ വിമർശിച്ചു. ഈ നിയമം വിമർശിക്കപ്പെടാൻ കാരണം ഭിക്ഷാടന സംഘങ്ങളെയും സംഘാടകരെയും ശിക്ഷിക്കാൻ നടപടിയില്ലാതിരുന്നതാണ്. എല്ലാ ശിക്ഷയും ഭിക്ഷാടകർക്ക് മാത്രം നൽകപ്പെട്ടു. അതിനാൽ 2018 ഡൽഹി ഹൈക്കോടതി ഡൽഹിയിൽ ഈ നിയമത്തിന്റെ ചില വകുപ്പുകൾ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുകയും ഭിക്ഷാടനം ക്രിമിനൽ കുറ്റമല്ലാതാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കോടതി പറഞ്ഞത്, ജനങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം തെരുവുകളിൽ ഭിക്ഷയാചിക്കുന്നില്ല, മറിച്ച് അത് അവരുടെ അതിജീവനത്തിനുള്ള അവസാന മാർഗമാണ്. സർക്കാരിന്റെ ചുമതല എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുക എന്നതാണ്. ഭിക്ഷാടകരുടെ സാന്നിധ്യം കാണിക്കുന്നത് അത് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നതാണ്. എന്നാൽ മഹാരാഷ്ട്ര പോലുള്ള പല സംസ്ഥാനങ്ങളിലും ഇന്നും ഭിക്ഷാടനം കുറ്റകരമാണ്. 1959 ബോംബെ ഈ നിയമം ഉണ്ടാക്കിയപ്പോൾ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ സമാന നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കേന്ദ്ര സർക്കാർ ഇതുവരെ നേരിട്ട് ഭിക്ഷാടനത്തെക്കുറിച്ച് നിയമങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ 2015 ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് അതിൽ പ്രകാരം കുട്ടികളെ കൊണ്ട് ഭിക്ഷാടനം നടത്തിക്കുകയോ അവരുടെ സഹായത്തോടെ ഭിക്ഷാടനം നടത്തുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. വിലക്ക് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള വിഷയം 2021 സുപ്രീം കോടതിയിൽ ഉയർന്നു വന്നെങ്കിലും ഇതൊരു സാമൂഹിക സാമ്പത്തിക പ്രശ്നമാണെന്ന് പറഞ്ഞ് കോടതി അത് നിരസിച്ചു. ഡൽഹി ഹൈക്കോടതി പറഞ്ഞതുപോലെ തന്നെ ആരും ഭിക്ഷയാചിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ദാരിദ്ര്യം കാരണം അവർ ഭിക്ഷയാചിക്കേണ്ടി വരുന്നു. എന്നിട്ടും മിക്ക കേസുകളിലും സർക്കാരിന്റെ ശ്രദ്ധ ഈ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം ഇരകൾക്കെതിരെ, ഈ ഭിക്ഷക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിലാണ്. ഏതെങ്കിലും വലിയ അന്താരാഷ്ട്ര ഈവന്റ് നടക്കുമ്പോൾ സർക്കാർ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം അത് മറയ്ക്കാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന് 2023 ഡൽഹിയിൽ 100 ഭിക്ഷാടകരെ പിടികൂടി. 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 2023 ഡൽ
G20 ഉച്ചകോടി നടന്നപ്പോൾ ലോകത്തിന്റെ കണ്ണുകളിൽ നിന്ന് അവരെ മറയ്ക്കാൻ ഭിക്ഷക്കാരെ പിടികൂടി താൽക്കാലിക അഭയകേന്ദ്രങ്ങളിൽ പാർപ്പിച്ചു. അതുപോലെ നവംബർ 2017 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാര്യ ഇവാങ്ക ട്രംപ് ഹൈദരാബാദിൽ വന്നപ്പോൾ നഗരം താൽക്കാലികമായി ഭിക്ഷാടനത്തിന് വിലക്കേർപ്പെടുത്തുകയും പോലീസ് എല്ലാ ഭിക്ഷക്കാരെയും പിടികൂടി പുനരധിവാസ കേന്ദ്രത്തിൽ അടയ്ക്കുകയും ചെയ്തു. കൂടാതെ ഇത്തരം ഇവന്റുകളുടെ സമയത്ത് പല പ്രദേശങ്ങളിലും സ്ലം ഏരിയകൾക്ക് മുന്നിലും വലിയ മറകൾ സ്ഥാപിക്കാറുണ്ട്. പ്രാദേശിക പ്രദേശങ്ങളിലും ചേരി പ്രദേശങ്ങളിലും റോഡുകളിലൂടെ നടക്കുന്ന ആരും ഇത് കാണാതിരിക്കാനും ഈ പ്രശ്നങ്ങളെല്ലാം അവരിൽ നിന്ന് മറച്ചു വയ്ക്കാനും വേണ്ടിയാണ് ഇത്. മുൻ സർക്കാരുകളും ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. 2010 ഡൽഹിയിൽ കോമൺവെൽത്ത് ഗെയിംസ് നടന്നപ്പോൾ നൂറുകണക്കിന് ഭിക്ഷക്കാരെ നിർബന്ധപൂർവം ട്രെയിനുകളിലും ട്രക്കുകളിലും കയറ്റി മറ്റ് നഗരങ്ങളിലേക്ക് അയച്ച് കളി അവസാനിക്കുന്നതുവരെ തിരിച്ചു വരുതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ പരിഹാരം എന്താണെന്ന ചോദ്യം ഉയരുന്നു. യഥാർത്ഥ പരിഹാരമാണ് ഭിക്ഷക്കാരെ രക്ഷിച്ച ശേഷം അവരെ കുറച്ചു കാലത്തേക്ക് സർക്കാർ നടത്തുന്ന അഭയകേന്ദ്രങ്ങളിലും റിഫോം ഫോമുകളിലും പാർപ്പിക്കുക എന്നത്. അതിനുശേഷം ഈ ആളുകളെ അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചയക്കണോ അതോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടണം. ഇല്ലെങ്കിൽ സർക്കാർ കുട്ടികൾക്കായുള്ള പരിപാലന സ്ഥാപനങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട്. അവർക്ക് കൗൺസിലിംഗ്, വിദ്യാഭ്യാസം, പരിശീലനം എന്നിവ നൽകുന്നതിന് അവർക്ക് ഭാവിയിൽ ജോലി ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടാക്കാത്തക്ക വിധം. യഥാർത്ഥത്തിൽ ഈ പല സർക്കാരുകളും ഇത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നടപ്പാക്കൽ പൂർണ്ണമായും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ഡൽഹി സർക്കാർ ലാംപൂർ ഗ്രാമത്തിൽ ഭിക്ഷക്കാർക്കായി ഒരു പുനരധിവാസ സേവാ സദൻ നിർമ്മിച്ചിരുന്നു. ഇത് പല ദശാബ്ദങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടതാണ്. ഇതിൽ 5 വീടുകളും 70 മുറികളും ഉണ്ട്. ഇവിടെ 15,500 പേർക്ക് താമസിക്കാൻ കഴിയും. ഭിക്ഷാടനം ചെയ്തതിനിടെ പിടിക്കപ്പെട്ട ഭിക്ഷക്കാരെ ഇവിടെ 1 മുതൽ 3 വർഷം വരെ അയച്ചിരുന്നു. 2010 ഇവിടെ 200 ഭിക്ഷക്കാരെ പുനരധിവസിപ്പിച്ചു. ഇത് യഥാർത്ഥ ശേഷിയേക്കാൾ വളരെ കുറവാണ്. എന്നാൽ വരുന്ന വർഷങ്ങൾ ഇതിന്റെ അവസ്ഥ മോശമായി മാറി. 2014 60 ഭിക്ഷക്കാരെ മാത്രമാണ് അവിടെ അയച്ചത്. 2016 വെറും ഒരാളെ മാത്രം. 2017 ശേഷം ഒരു ഭിക്ഷക്കാരനെയും ഇവിടെ എത്തിയിട്ടില്ല. എന്നാൽ ഡൽഹിയിലെ ഓരോ ജംഗ്ഷനിലും ഭിക്ഷക്കാരെ കാണാം. 2022 കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആരംഭിച്ചു. ഇതിൽ രാജ്യത്തെ 10 നഗരങ്ങളെ ഭിക്ഷക്കാർ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. ഈ നഗരങ്ങളിൽ ഇൻഡോർ, മുംബൈ എന്നിവയുടെ പേരുകൾ ഉൾപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് എങ്ങനെ നടപ്പാക്കപ്പെട്ടു? ഇൻഡോറിൽ ജനുവരി 1, 2025 മുതൽ ഭിക്ഷ വാങ്ങുന്നതും നൽകുന്നതും നിയമവിരുദ്ധമായിരിക്കുമെന്നും ഭിക്ഷ നൽകുന്നവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുമെന്നും ഉത്തരവാക്കപ്പെട്ടു. ജനുവരി 2025 ഒരു ക്ഷേത്രത്തിന് മുന്നിൽ ഒരു സ്ത്രീ ഒരു ഭിക്ഷക്കാരിക്ക് പണം നൽകുന്നത് ഒരാൾ കണ്ടു. FIR ഫയൽ ചെയ്തു. ഭിക്ഷക്കാരന് പണം നൽകിയതിന് പണം നൽകിയ ആളിനെതിരെ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട മധ്യപ്രദേശിലെ ആദ്യ കേസായി മാറി ഇത്. ഇൻഡോറിന് ശേഷം ഭോപ്പാലിലും എല്ലാ പൊതുസ്ഥലങ്ങളിലും ഭിക്ഷാടനത്തിന് ഭിക്ഷ നൽകുന്നതിനും നിരോധനം ഏർപ്പെടുത്തി. എന്നാൽ ചോദ്യം ഇതാണ്: ഭിക്ഷാടനത്തിന് നേരിട്ട് നിരോധനം ഏർപ്പെടുത്തുന്നത് പരിഹാരമാണോ? ഇത്രയധികം തൊഴിലില്ലായ്മയും ജോലികളുടെ കുറവുമുള്ളപ്പോൾ വികലാംഗർക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പങ്കാളികളാകാൻ കുറഞ്ഞ അവസരങ്ങളേ ഉള്ളൂ. ഈ ആളുകൾക്ക് ഭിക്ഷാടനം പോലും അനുവദിച്ചില്ലെങ്കിൽ അവർ നിശബ്ദരായി മരിക്കണമെന്നാണോ? 2011 സെൻസസിൽ രാജ്യത്ത് 4 ലക്ഷത്തിലധികം ഭിക്ഷക്കാർ ഉണ്ടെന്ന് കണ്ടെത്തി. അതിൽ 21% പേർ 12ാം ക്ലാസ് പാസ്സായവരാണ്. ഏകദേശം 3000 ഭിക്ഷക്കാർക്ക് പ്രൊഫഷണൽ ഡിപ്ലോമയോ ബിരുദമോ ഉണ്ട്. ബിരുദമുണ്ടായിട്ടും ഒരാൾ ഇവിടെ എന്തിനു ഭിക്ഷാടനം നടത്തണം? കാരണം അവർക്ക് മറ്റ് ഓപ്ഷനുകളിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഈ നിസ്സഹായതയെ മുതലെടുത്ത് ഈ ഭിക്ഷാടന മാഫിയകൾ അവരെ വളരെ മോശമായി ചൂഷണം ചെയ്യുന്നു. നേരത്തെ തന്നെ നിസ്സഹായരായ ഭിക്ഷക്കാർക്ക് ഇപ്പോൾ ഭിക്ഷാമാഫിയ കാരണം സഹാനുഭൂതി പോലും ലഭിക്കുന്നില്ല. സ്വാഭാവികമായും നിങ്ങൾക്കും ഈ തോന്നലുണ്ടാകാം. അടുത്ത തവണ ഒരു ഭിക്ഷക്കാരനെ കാണുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ വളരെയധികം അക്ഷമരാകും, ഇവരെ വിടുക, തീർച്ചയായും മാഫിയ ആളുകളായിരിക്കാം എന്ന് നിങ്ങൾ കരുതും. അല്ലെങ്കിൽ മറുവശത്ത് നിങ്ങൾ വളരെ നിസ്സഹായത അനുഭവിക്കും.
ഈ കുട്ടികളുടെ അവസ്ഥ കണ്ട് എനിക്ക് സഹതാപം തോന്നുന്നു. പക്ഷേ ഞാൻ ഇവിടെ എന്തു ചെയ്യാൻ കഴിയും? ഞാൻ പണം നൽകിയാൽ അത് ഭിക്ഷാ മാഫിയയിലേക്ക് പോകും. അവർക്ക് പണം നൽകുന്നത് ഈ ആളുകളുടെ ചൂഷണം കൂടുതൽ വർദ്ധിപ്പിക്കും എന്ന് കരുതും. ഇവിടെ ആദ്യത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഓരോ ഭിക്ഷക്കാരനും ഭിക്ഷാ മാഫിയയുടെ ഭാഗമല്ലെന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ്. ധാരാളം ആളുകൾ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കാരണം ഭിക്ഷാടനം നടത്തുന്നു. ഒരു ഗ്യാങ്ങുമായും അവർക്ക് ബന്ധമില്ല. രണ്ടാമതായി, നിങ്ങൾ നേരിട്ട് ഭിക്ഷാടകർക്ക് പണം നൽകരുത്. കാരണം ഒരു ഭിക്ഷക്കാരൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതാണോ അതോ വലിയ ഭിക്ഷാ മാഫിയയുടെ ഭാഗമാണോ എന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതിനാൽ അവർക്ക് പണം നൽകരുത്. എന്നാൽ നിങ്ങൾക്ക് അവരെ മറ്റു പല രീതിയിൽ സഹായിക്കാം. നിങ്ങൾക്ക് അവരെ കണ്ടാൽ അവർക്ക് വിശക്കുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ നേരിട്ട് ഭക്ഷണം നൽകാം. അതുപോലെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ മരുന്നുകൾ പോലുള്ള കാര്യങ്ങൾ നൽകാം. അവ നേരിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവരുമായി വിശദമായി സംസാരിക്കാം. അവരുടെ പ്രശ്നം മനസ്സിലാക്കാം. ശേഷം നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവർക്ക് ജോലി നൽകാം. നിങ്ങൾക്ക് പണം നൽകണമെങ്കിൽ ഭിക്ഷക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനും അവരുടെ നൈപുണ്യ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന NGOകൾക്ക് നൽകുക. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുന്ന പരിപാടികളെയും നിങ്ങൾക്ക് സഹായിക്കാം. ദരിദ്ര കുട്ടികളെ പഠിപ്പിക്കുന്ന പല NGOകളുമുണ്ട്. ഉദാഹരണത്തിന് ടീച്ച് ഫോർ ഇന്ത്യ. ഇത് ഒരു 2 വർഷത്തെ ഫെലോഷിപ്പ് പ്രോഗ്രാം നടത്തുന്നു. നിങ്ങൾ ഒരു കോളേജ് ഗ്രാജുവേറ്റോ ജോലി ചെയ്യുന്ന പ്രൊഫഷണലോ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈമിൽ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും. നിങ്ങൾക്ക് കുട്ടികൾ ഭിക്ഷാടനം നടത്തുന്നത് കാണുകയോ പല കുട്ടികൾക്കും ഒരേ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടെന്ന് കാണുകയോ കുട്ടികൾ ലഹരിയിൽ കാണപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ ഭിക്ഷക്കാരിൽ നിന്നും പണം ശേഖരിക്കുന്നത് ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിൽ ഇത്തരം കേസുകളിൽ നിങ്ങൾക്ക് പോലീസിനെ അറിയിക്കാം. അവസാനമായി, ഭിക്ഷക്കാരോട് എപ്പോഴും ആദരവോടെ മാത്രം പെരുമാറുക. നിങ്ങൾക്ക് അവരുമായി സംസാരിക്കണമെങ്കിൽ നന്നായി സംസാരിക്കുക. കണ്ണിൽ നോക്കി സംസാരിക്കുക. ശരിയെന്ന് തോന്നുന്നുവെങ്കിൽ അവരുടെ പേര് ചോദിക്കുക. അവരെ വിധിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുക. മിക്ക ഭിക്ഷക്കാരും മനുഷ്യക്കടത്ത്, ചൂഷണം അല്ലെങ്കിൽ ദരിദ്രത്തിന്റെ ഇരകളാണെന്ന് ഓർമ്മിക്കുക. ഒരു വലിയ തോതിൽ ഈ പ്രശ്നം സർക്കാർ നടപടിയെടുക്കുമ്പോൾ മാത്രമേ പരിഹരിക്കപ്പെടൂ. ഭിക്ഷാടനത്തെ ഡീക്രിമിനലൈസ് ചെയ്യണം. ക്ഷേമ പദ്ധതികളുടെ വ്യാപ്തി വിപുലീകരിക്കണം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പദ്ധതികളുടെ ഫലം കാണുന്നതിന് നല്ല നിരീക്ഷണം നടത്തണം. സമൂഹത്തിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കത്തക്ക വിധത്തിൽ ആളുകളുടെ പുനരധിവാസം നടത്തണം.